ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോയാലോ? അപ്പോൾ തുളസിയൊക്കെ പൊട്ടിച്ചു, ഞാനും അമ്മയും ഉണ്ണിയൊക്കെ റെഡിയായി പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തുളസി കുറേ അധികം ഉണ്ട്, അപ്പോൾ കവറിലാക്കി. പിന്നെ ഈ ഒരു പൂവും കൂടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, ആ ദേവിക്ക് ചാർത്താനായിട്ടാണ്. അപ്പോൾ കുറച്ചുള്ള പൂവ് അപ്പോൾ ആ പൂവും പൊട്ടിച്ചു അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ണി അമ്മയും അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. കുറച്ചുള്ളൂ നമ്മൾ അമ്പലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നടക്കുകയാണ് കേട്ടോ. ഉണ്ണിയും അമ്മയും ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നെ തിരിഞ്ഞ് നോക്കണമൊക്കെ ഉണ്ട്, എത്തിയോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തേക്ക് കുറേ നാളായി പോയിട്ട്, അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് പോകാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഈ സന്ധ്യ നേരത്തൊക്കെ കുറേ അമ്പലങ്ങളിലൊക്കെ പോയായിരുന്നു തന്നെയാണ് കേട്ടോ. അപ്പോൾ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ പേര് ആളംകുളം ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ കുറേ നേരം പ്രാർത്ഥിച്ചു കേട്ടോ. ഭയങ്കര ഫീലാണ് ഇവിടേക്ക് വരുമ്പോൾ അല്ല, എല്ലാ അമ്പലങ്ങൾക്കും പോകുമ്പോൾ അതിൻ്റേതായ ഫീലിങ്സ് നമുക്ക് വരും. അപ്പോൾ ആർക്കെങ്കിലും അതുപോലെ ഫീലിങ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ഇതാണ് അമ്പലം. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പൂജയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുത്തപ്പൻ്റെ അവിടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് രക്ഷസിൻ്റെ അവിടേക്ക് പോകാണ്ട. നല്ല വൈബാണ് ഇവിടേക്ക് എത്തുമ്പോൾ, നല്ല രസമാണ്. അങ്ങനെ രക്ഷസിൻ്റെ അവിടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. ഈ കുളത്തിലൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അമ്മയുടെ കൂടെയൊക്കെ വന്ന് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ്. ഇവിടെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒരു വൈബ് പിടിക്കാൻ പറ്റും ഇതൊക്കെ. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് ചുറ്റമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ കേൾക്കാം, അതൊക്കെ ക്ഷമിക്കുക കേട്ടോ എല്ലാവരും. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതു. ഈ ഒരു ആല് കാണാൻ നല്ല രസമുണ്ട്. അതൊക്കെ തൊഴുതു നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. നല്ല മഴ കിട്ടിയപ്പോഴത്തേനും നല്ലൊരു മഴയായിരുന്നു കേട്ടോ. കുടയൊന്നും എടുത്തില്ല. പോണ നേരത്ത് നല്ലൊരു വെയിലുള്ള കാരണം ഇങ്ങനെ കുടയൊന്നും എടുത്തില്ല. അതുകൊണ്ട് ഭയങ്കര കുളിച്ച് നനഞ്ഞ് പോവുകയാണ് കേട്ടോ. ഞാനും അമ്മയും ഉണ്ണിയൊക്കെ നന്നായി നനഞ്ഞു. കണ്ടില്ലേ, നല്ല മഴയായിരുന്നു കേട്ടോ. ചന്ദനവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോഴത്തേനും ചന്ദനമൊക്കെ പോയി കേട്ടോ. അപ്പം അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് എത്താനായിട്ടാ കുറേ അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ 2 അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ അമ്പലത്തിൽ അന്ന് പ്രതിഷ്ഠാ ദിനമൊക്കെ ആയിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുൻപ്. അതൊക്കെ കണ്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടാ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ആകെ നനഞ്ഞ് കുളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ണി അമ്മയൊക്കെ പോണ നേരത്ത് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആകെ നനഞ്ഞ് പിണ്ടിയായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല വെയിലും വന്നു. അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ അടുത്ത പുതിയ വീഡിയോയും കൂടി കാണാം. ബൈ.